ചില ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ടൈം ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ പാസ്റ്റിലേക്ക് പോകുന്നത് തോന്നാറില്ലേ? വിശന്നിരിക്കുന്ന സമയത്ത് കഴിക്കുന്ന ഭക്ഷണത്തിന് ടേസ്റ്റ് കൂടുതലായിട്ടും നമുക്കൊരു ജലദോഷം വരുന്ന സമയത്ത് കഴിക്കുന്ന ഭക്ഷണത്തിന് ടേസ്റ്റ് തീരെ ഇല്ലാത്ത പോലും തോന്നാറില്ലേ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഫ്ലേവർ. വെൽക്കം ടു എക്സ്പ്ലെയിൻ സിംപ്ലി. നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തുടങ്ങാം. എന്താണ് ടേസ്റ്റ്? നമ്മുടെ നാവിൽ ഈ തരിതരിയായിട്ട് കാണുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് പാപ്പിലെ. പാപ്പിലിനകത്താണ് ടേസ്റ്റ് ബഡ്സ് ഉള്ളത്. ടേസ്റ്റ് ബഡ്സിനകത്താണ് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള റിസപ്റ്റർ സെൽസ് ഉള്ളത്. നമ്മളൊരു ഫുഡ് വായിലോട്ട് വെക്കുന്ന സമയത്ത് ഈ റിസപ്റ്റർ സെൽസ് അതിനകത്ത് കെമിക്കൽ സിഗ്നൽസ് ഡിറ്റക്ട് ചെയ്യും. നമ്മുടെ ഹ്യൂമൻസിന് 5 ബേസിക് ടേസ്റ്റ് ആണ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്: സ്വീറ്റ്, സോൾട്ട്, സോർ, ബിറ്റർ ആൻഡ് ഉമാമി. ഈ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണം നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവോൾവ് ചെയ്യുന്ന ഒരു സാധനമല്ല. ഇത് പ്യുവർലി സർവൈവലായിട്ടാണ് ലിങ്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ആൻസസ്റ്റേഴ്സിന് സ്വീറ്റ്നെസ് എന്ന് പറയുന്നത് ഡെൻസ് കാലോറീസിന്റെ സിഗ്നൽ ആയിരുന്നു. സോൾട്ടിനെസ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈസിന്റെ സിഗ്നൽ ആയിരുന്നു. സോർനെസ് എന്ന് പറയുന്നത് ഒരു പഴം പഴുത്തയാണോ പച്ചയാണോ, അല്ലെങ്കിൽ ഒരു ഫുഡ് നല്ലതാണോ ചീത്തയായതാണോ. ബിറ്റർനെസ് എന്ന് പറയുന്നത് പോയിസന്റെ സിഗ്നൽ ആയിരുന്നു. പല ഡെഡ്ലി ആൽക്കലോയിഡ്സും ടോക്സിക് പ്ലാന്റ്സിനും ഒക്കെ ബിറ്റർ ടേസ്റ്റ് ആണ് ഉണ്ടായിരുന്നത്. ഉമാമി എന്ന് പറയുന്നത് നമ്മൾ ഈ മീറ്റില്, മഷ്റൂംസിൽ, ടൊമാറ്റോയിലൊക്കെ കാണുന്ന ഗ്ലൂട്ടമേറ്റിന്റെ ടേസ്റ്റ് ആണ്. ഈ ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോട്ടീന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. അപ്പൊ ഈ ഉമാമി ടേസ്റ്റ് എന്ന് പറയുന്നത് പ്രോട്ടീനെ സിഗ്നൽ ചെയ്യുന്നതായിരുന്നു. പക്ഷെ നമ്മുടെ ഈ നാവിന് സംഭവിക്കുന്ന ഈ കാര്യം എന്ന് പറയുന്നത് ആ ഫുൾ സ്റ്റോറിയുടെ ജസ്റ്റ് ഒരു ബിഗിനിങ് മാത്രമാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ തിരിച്ചും മറിച്ച് ഉപയോഗിക്കുന്ന 2 വാക്കുകളാണ് രുചിയും സ്വാദും. ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് ഇത് മനസ്സിലാക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്: ടേസ്റ്റും ഫ്ലേവറും. പക്ഷെ ഫ്ലേവർ ഉപയോഗിക്കേണ്ട പല സ്ഥലത്തും നമ്മൾ ടേസ്റ്റ് എന്നാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ടേസ്റ്റ് നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞ്, ആ 5 ബേസിക് കെമിക്കൽ സിഗ്നൽസ് ആണ് ടേസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഫ്ലേവർ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു കോംപ്ലക്സ് കൺസ്ട്രക്ഷൻ ആണ്. നമ്മളൊരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് 3 സെൻസറി സിസ്റ്റംസ് ആണ് എൻഗേജ് ആവുന്നത്. നമ്മുടെ നാവ് ഈ ബേസിക് ടേസ്റ്റിനെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ മൗത്ത് ഫുഡിന്റെ ടെക്സ്ചറും ടെമ്പറേച്ചറും ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഹെവി ലിഫ്റ്റിംഗ് ചെയ്യുന്നത് നമ്മുടെ മൂക്കാണെന്ന് പറയാം. നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിന്റെ ടേസ്റ്റിൽ ഒരു 3/4 ഭാഗം കൺസ്ട്രക്ട് ചെയ്യുന്നത് ഇതിന്റെ സ്മെല്ലാണ്. ഇതിനെ റെട്രോനേസൽ ഓൾഫാക്ഷൻ എന്നാണ് പറയുന്നത്. അതെന്നാണ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മൾ സ്മെല്ല് നമ്മുടെ മൂക്കിനകത്തോട്ട് വരുന്നു. ഒന്നെങ്കിൽ അത് പുറത്തുനിന്ന് വരാം, അല്ലെങ്കിൽ നമുക്ക് ച്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് വായിക്കകത്തുനിന്ന് വരാം. പുറത്തുനിന്ന് നമ്മൾ സ്നിഫ് ചെയ്യുന്നതിനാണ് ഓർത്തോനാസൽ ഓൾഫാക്ഷൻ എന്ന് പറയുന്നത്. അകത്തുനിന്ന് നമ്മൾ ച്യൂ ചെയ്യുന്ന സമയത്ത് നേസൽ ക്യാവിറ്റിയിലേക്ക് വരുന്നതിനാണ് റെട്രോനാസൽ ഓൾഫാക്ഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും ചെന്നെത്തുന്നത്, അതായത് നമ്മുടെ ഈ സ്മെല്ല് ഡിറ്റക്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ നേസൽ ക്യാവിറ്റി ഉണ്ട്. ഇതിന്റെ മേലെ ഒരു ഓൾഫാക്ടറി എപ്പിത്തീലിയം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിന് മേലെ ഓൾഫാക്ടറി ബൾബ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഓൾഫാക്ടറി ബൾബിൽ നിന്നാണ് ബ്രെയിനിലേക്കുള്ള സിഗ്നൽസ് ഒക്കെ പോകുന്നത്. നമ്മൾ പുറത്തുനിന്ന് ഒരു സാധനം സ്നിഫ് ചെയ്യുന്ന സമയത്തും ഈ സ്മെല്ല് മൂക്കിനകത്തൂടെ ഓൾഫാക്ടറി എപ്പിത്തീലിയത്തിൽ നിന്നും ഓൾഫാക്ടറി ബൾബിലേക്കാണ് പോകുന്നത്. നമ്മൾ ച്യൂ ചെയ്യുന്ന സമയത്ത് വായിക്കകത്തൂടെ ഈ സ്മെല്ല് പോകുന്നത് നേസൽ ക്യാവിറ്റിയിലൂടെ ഓൾഫാക്ടറി എപ്പിത്തീലിയത്തിലൂടെ ഓൾഫാക്ടറി ബൾബിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷെ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് ആ ഒരു കോണ്ടെക്സ്റ്റ് ആണ്. നമ്മൾ ചവയ്ക്കുന്ന സമയത്ത് ഈ എന്തോ ഒരു സാധനം വായിക്കകത്തുണ്ട്, നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്തു എന്നും അത് വെച്ചിട്ടാണ് ഈ ബ്രെയിൻ ഈ ഫ്ലേവറിനെ പ്രോസസ്സ് ചെയ്യുന്നത്. ഇതാണ് റെട്രോനാസൽ ഓൾഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ, നമ്മൾ പ്രൗഡ്ലി ടേസ്റ്റ് എന്ന് പറയുന്ന ആ സാധനത്തിന്റെ മെജോറിറ്റി എന്ന് പറയുന്നതും സ്മെല്ലാണ്. ഇത് കാരണമാണ് നമുക്കൊരു കോൾഡ് അല്ലെങ്കിൽ ജലദോഷമുള്ള സമയത്ത് നമുക്ക് യൂഷ്വലി ഇഷ്ടമുള്ള ഭക്ഷണം നമുക്ക് തീരെ ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നുന്നത്. ടേസ്റ്റിന്റെ കാര്യത്തിൽ ഇത്ര തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ ജീൻസ് എന്ന് പറയുന്നത്. 1930 ആർത്തർ ഫോക്സ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, ഒരു കെമിസ്റ്റ്, ഇതേ ലാബിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്സിഡന്റലി PTC എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ്, ഒരു കെമിക്കൽ ഡസ്റ്റ് അവിടെ എൻവയോൺമെന്റിലേക്ക്, അവിടെ അറ്റ്മോസ്ഫിയറിലേക്ക് സ്പില്ലായി പോകുന്നു. PTC എന്ന് പറയുന്നത് ഫിനൈൽ തയോ കാർബമൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ. ഇതിന്റെ നേച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ ടേസ്റ്റ് ചിലർക്ക് എക്സ്ട്രീംലി ബിറ്റർ ആണ്, ചിലർക്ക് അതിന്റെ ടേസ്റ്റ് കിട്ടുകയില്ല. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗിന് ആ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഭയങ്കര ബിറ്റർ ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഈ ഡസ്റ്റ് ക്ലൗഡിന്റെ അടുത്ത് നിൽക്കുന്ന ആദർ ഫോക്സിന് അതിങ്ങനെ ഒരു ടേസ്റ്റേ കിട്ടുന്നില്ല. അപ്പൊ ഈ ഒരു ഇൻസിഡന്റിൽ നിന്നാണ് നമ്മുടെ ടേസ്റ്റിനും ജീനിനും തമ്മിലുള്ള ആ സ്റ്റഡീസിനൊക്കെ ഉള്ള തുടക്കം വരുന്നത്. ആർതർ ഫോക്സിന് ഈ ടേസ്റ്റും ജീൻസുമായിട്ടുള്ള സ്റ്റഡീസിലേക്ക് ഡയറക്ട്ലി ബന്ധമൊന്നുമില്ല. പക്ഷെ ആ ഒരു ചോദ്യം, ജീൻസും ടേസ്റ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ള ചോദ്യം ഉണ്ടായി വരുന്നത് ഈ ഒരു ഇൻസിഡന്റിന് ശേഷമാണ്. ചില ആളുകൾക്ക് ബൈ ബർത്ത് അവരുടെ നാവിലെ ടേസ്റ്റ് ബഡ്സിന്റെ ഡെൻസിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അതിന്റെ കൂടെ TS232R എന്ന് പറയുന്ന ഒരു ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള മ്യൂട്ടേറ്റഡ് ഒരു റിസപ്റ്റർ സെല്ലും കൂടി ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത് സൂപ്പർ ടേസ്റ്റേഴ്സ് എന്നാണ്. ഈ സൂപ്പർ ടേസ്റ്റേഴ്സിന്റെ ടേസ്റ്റ് ബഡ്സ് ഹൈലി സെൻസിറ്റീവ് ആയിരിക്കും, എക്സ്പെഷ്യലി ബിറ്റർനെസ്സിനോട്. ഫോർ എക്സാമ്പിൾ, ഇവർക്ക് ബ്രോക്കോളി എന്ന് പറയുന്നത് തീരെ കഴിക്കാൻ പറ്റാത്തൊരു സാധനം, ബ്ലാക്ക് കോഫി എന്ന് പറയുന്നത് സ്വാലോ ചെയ്യാൻ തീരെ പറ്റാത്തൊരു സാധനം, ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വായിൽ വെച്ചാൽ ബേൺ ചെയ്യുന്ന ഒരു സാധനം, അങ്ങനെയാണ് ഇവർക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും പിക്കി ഈറ്റേഴ്സ് എന്ന് വിളിക്കുന്ന ആൾക്കാർ അവരുടെ ജീൻസിന്റെ ആ ഒരു ഘടന കാരണമാണ് അവരങ്ങനെ സെലക്റ്റീവായിട്ട് ഭക്ഷണം കഴിക്കുന്നത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ കെമിക്കൽസ് നമ്മുടെ നാവിൽ ഹിറ്റ് ചെയ്യുന്നുണ്ട്, സ്മെല്ല് നമ്മുടെ മൂക്കിൽ ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി എങ്ങോട്ടാണ് പോണത്? ഈ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ സ്ട്രീമിലൂടെ നമ്മുടെ ഇൻസുലാർ കോർട്ടക്സ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത്. പക്ഷെ ഫ്ലേവർ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലത്താണ് കൺസ്ട്രക്ട് ആവുന്നത്, ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടക്സിൽ. ഈ സാധനം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ഇന്റഗ്രേറ്റർ ആണ്. ഇത് നമ്മുടെ സ്മെല്ലിനെയും ടേസ്റ്റിനെയും എല്ലാം കൂടി എടുത്തിട്ട് നമ്മുടെ റിവാർഡ് സെന്ററിലും നമ്മുടെ ഇമോഷൻസും ആയിട്ടൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ആ ഫ്ലേവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഫ്ലേവർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്മളൊരു ഡിറ്റക്ട് ചെയ്യുന്ന ഒരു സാധനമല്ല, അതൊരു പ്രോപ്പർലി അസംബിൾ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ഫീലാണത്. ഈ ഫ്ലേവർ എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ അവസ്ഥ ആയതുകൊണ്ടാണ് നമ്മൾ ആ കഴിക്കുന്ന അവസ്ഥ അനുസരിച്ച് നമ്മളൊരു വിക്ടറി കഴിഞ്ഞിരിക്കുകയാണോ, നമ്മളൊരു ഹാർട്ട് ബ്രേക്കിൽ ഇരിക്കുകയാണോ, നമ്മളൊരു സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയാണോ, നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണോ, ഈ നമ്മുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിന്റെ ഫ്ലേവർ വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നുന്നത്. ഫ്ലേവറിന്റെ കാര്യത്തിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. ഒരു ഫേമസ് എക്സ്പെരിമെന്റ് പറയാം. 2001 ഫ്രെഡറിക് ബോഷർ എന്ന് പറയുന്ന ഒരു റിസർച്ചർ, ഇദ്ദേഹം വൈൻ സയൻസ് പഠിക്കുന്ന ഒരു 54 സ്റ്റുഡൻസിനെ ചൂസ് ചെയ്യുന്നു. 27 മെയിൽ 27 ഫീമെയിൽ സ്റ്റുഡൻസ്. ഈ എക്സ്പെരിമെന്റിൽ ഇദ്ദേഹം ഒരു സെറ്റ് ഓഫ് വൈറ്റ് വൈനും ഒരു സെറ്റ് ഓഫ് റെഡ് വൈനും ഈ ഗ്രൂപ്പിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവരോട് ഇതിന്റെ നോട്ട്, ഇതിന്റെ ടേസ്റ്റ് ഏതാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഇവർ വൈറ്റ് വൈനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് ടേംസ് വെച്ചിട്ട് വൈറ്റ് വൈനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു, റെഡ് വൈനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് ടേംസ് വെച്ചിട്ട് റെഡ് വൈനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇതേ സ്റ്റുഡൻസിനെ പിന്നെയും തിരിച്ചു വിളിച്ചിട്ട് ഒന്നും കൂടെ ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നു. പക്ഷെ ഇപ്രാവശ്യം ഇദ്ദേഹം ചെയ്യുന്നത് റെഡ് വൈനിന് പകരം വൈറ്റ് വൈനെ തന്നെ ഒരു ഓർഡർലെസ് ആയിട്ടുള്ള ടേസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഫുഡ് കളർ വെച്ചിട്ട് അതിനെ മോഡിഫൈ ചെയ്യുന്നു. എന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് വൈറ്റ് വൈനും ഒന്ന് റെഡ് വൈനും ആയിട്ടുള്ള പോലത്തെ അവസ്ഥ എത്തുന്ന സമയത്ത് ഇവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നു. സർപ്രൈസിംഗ്ലി ഈ സ്റ്റുഡൻസ് വൈറ്റ് വൈൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന ടേംസ് വെച്ചിട്ടും ഈ റെഡ് കളറിലുള്ള വൈറ്റ് വൈനിനെ റെഡ് വൈൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന ടേംസ് വെച്ചിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മൈൻഡിൽ ഒരു ഫ്ലേവറിന്റെ അല്ലെങ്കിൽ ടേസ്റ്റിന്റെ എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബ്രെയിൻ ഫ്ലേവർ കൺസിഡർ ചെയ്യുന്നത് ആ എക്സ്പെക്ടേഷൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ഇതുകൊണ്ടാണ് ചില ഫുഡ്, കോസ്റ്റ്ലി ആയ ഫുഡ്സ് ടേസ്റ്റി ആയിരിക്കും നമുക്കൊരു അസംഷൻ താനേ ഉണ്ടായി വരുന്നത്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഫാക്ടർ പറയാം, നമ്മുടെ ഹങ്കർ പാർട്ട്, നമ്മുടെ വിശപ്പ്. നമ്മൾ നന്നായിട്ട് വിശന്നിരിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡിന് നല്ല ടേസ്റ്റിലായിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവും. നമ്മളൊന്ന് ആലോചിച്ചൊക്കെ മനസ്സിലാവും, നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു ഭക്ഷണം എന്ന് പറയുന്നത് അത് മിക്കപ്പോഴും നമ്മൾ വിശന്നിരുന്നപ്പോൾ കഴിച്ച ഏതെങ്കിലും ഒരു ഫുഡായിരിക്കും. അതായത് നമ്മുടെ ഇന്റേണൽ സ്റ്റേറ്റിനനുസരിച്ചാണ് ഈ ഒരു പെർസെപ്ഷൻ ഉണ്ടായി വരുന്നത്. ഇതിനെ നമ്മൾ സൈക്കോളജിക്കലി വിളിക്കുന്നത് അലിസ്തേഷ്യ എന്നാണ്. ബയോളജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിശന്നിരിക്കുന്ന സമയത്ത് ഒരു ഗ്രെലിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബ്രെയിനിൽ പോയിട്ട് നമ്മുടെ ഡോപ്പമിൻ സെൻസിറ്റീവ് ആയിട്ടുള്ള റിവാർഡ് സിസ്റ്റംസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതും ഒരു ഫുഡ് ഐറ്റം നമ്മുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്മെല്ല് ഭയങ്കര ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ട് തോന്നിക്കുന്നത്, അതിനെ കാണാൻ ഭയങ്കര അപ്പീലിംഗ് ആയിട്ട് തോന്നിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ബ്രെയിനിന് ഈ ഗ്രെലിൻ എന്ന് പറയുന്ന ഹോർമോൺ പോയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. അത് പ്യുവർ സർവൈവൽ ഇൻസ്റ്റിക്റ്റ് പോലെയാണ് നടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഈ ഭക്ഷണം നമ്മുടെ സർവൈവലിനാണ് നമ്മൾ കഴിക്കുന്നുണ്ടെന്ന് നമ്മുടെ ബ്രെയിനിന് ഉറപ്പ് വരുത്തണം. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ ആ പോയിന്റിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ചില ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ പാസ്റ്റിലേക്ക് പോകുന്ന പോലെ തോന്നാറുണ്ടോ? ഫോർ എക്സാമ്പിൾ, ഈ ഒരു ബൗൺസ് എന്ന് പറയുന്ന ബിസ്ക്കറ്റിന്റെ പച്ച കളർ ആ വേർഷൻ കഴിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കോളേജ് ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ നിന്ന് എൻ്റെ ഒരു 3-4 ഫ്രണ്ട്സിൻ്റെ കൂടെ അടുത്തുള്ള ഷോപ്പിലേക്ക് നടക്കുന്ന ആ ഒരു പിക്ചറാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരിക. ഇതിങ്ങനെ സംഭവിക്കുന്നതിന് കാരണം നമ്മുടെ മെജോറിറ്റി ഓഫ് സെൻസറി സിസ്റ്റംസ്, സൈറ്റ് ആയിക്കോട്ടെ സൗണ്ട് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ ബ്രെയിനിലെ ഒരു സ്വിച്ച് ബോർഡ് പോലെ ആക്ട് ചെയ്യുന്ന തലാമസിൽ കൂടെ കടന്നു പോയിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. പക്ഷേ ഈ ഓൾഫാക്ടറി ബൾബ് എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ഈ സ്മെല്ല് ഡിറ്റക്ട് ചെയ്യുന്ന ഈ പോർഷൻ എന്ന് പറയുന്നത് അതിനൊരു VIP ആക്സസ് ഉണ്ട്. അത് ഡയറക്ട്ലി കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബ്രെയിനിലെ അമിഗ്ഡല എന്ന് പറയുന്ന പാർട്ടിലോട്ടും ഹിപ്പോകാമ്പസ് എന്ന് പറയുന്ന പാർട്ടിലോട്ടാണ്. അമിഗ്ഡല എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഇമോഷൻ സെന്റർ ആണ്. ഹിപ്പോകാമ്പസ് എന്ന് പറയുന്നത് ലോങ് ടേം മെമ്മറി ഫോമിംഗ് പോർഷൻ ആണ്. ഇതുകൊണ്ടാണ് ടേസ്റ്റ് എന്ന് പറയുന്ന അൾട്ടിമേറ്റ് മെമ്മറി ട്രിഗർ ആയിട്ട് മാറുന്നത്. ഇത് നമ്മുടെ ലോജിക്കൽ സിസ്റ്റത്തിനെ ബൈപ്പാസ് ചെയ്തിട്ട് നേരെ നമ്മുടെ ഇമോഷൻ സെന്ററിലേക്കാണ് പോകുന്നത്. ഈ ബയോളജിയും ജെനറ്റിക്സും ഇത്ര സ്ട്രിക്റ്റ് ആണെങ്കിൽ എങ്ങനെയാണ് ചില കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ കോമൺ ആയിട്ട് സ്പൈസി ഫുഡ് കഴിക്കുന്നു, ചില കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ ഫെർമെന്റഡ് ഫുഡ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നു? നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഫാക്ടറി പ്രീസെറ്റിൽ നിൽക്കുന്ന ഒരു മെഷീനെ പോലെയാണ്. നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ബ്രെയിൻ ലേൺ ചെയ്യാണ് ചെയ്യുന്നത്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വീറ്റ് അല്ലെങ്കിൽ സോൾട്ട് എന്ന് പറയുന്നത് ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അതുകൊണ്ട് സ്വീറ്റും സോൾട്ട് ആയിട്ടുള്ള ഭക്ഷണം കുട്ടികളെ കഴിക്കാൻ നമ്മൾ പ്രത്യേകിച്ച് ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ സ്റ്റഡീസ് പറയുന്നത് സ്ലൈറ്റ്ലി ബിറ്റർ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ഒരു കുട്ടി ട്രൈ ചെയ്യണമെങ്കിൽ, കഴിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 8 to 15 ടൈംസ് അത് ട്രൈ ചെയ്യണം എന്നാണ്. അതായത്
ഒരു സ്ലൈറ്റ്ലി ബിറ്റർ ആയിട്ടുള്ള ഒരു ഭക്ഷണം ഒരു കുട്ടി കഴിച്ചു തുടങ്ങുകയാണെങ്കിൽ ആദ്യം ആ കഴിച്ചു തുടങ്ങുന്ന സാധനം ഫെമിലിയർ ആവുന്ന സാധനം പിന്നെ സേഫ് ആയിട്ട് തോന്നുകയാണ് ചെയ്യുക. ആ സേഫ് ആയിട്ട് തോന്നുകയാണ് പിന്നെ അത് ലൈക്നെസ് ആയിട്ട് മാറാതിരിക്കുകയോ ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ അഡൾട്ട് ആവുന്ന സമയത്ത് നമുക്കത് ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നത്. ഇതിന്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫുഡ് കോർപ്പറേഷൻസിനും റിസർച്ചേഴ്സിനും ഒക്കെ നന്നായിട്ട് അറിയാം. നമ്മളൊരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന മ്യൂസിക് അതിന്റെ ടേസ്റ്റിനെ എഫക്ട് ചെയ്യാൻ പറ്റും. ഹൈ പിച്ച്ഡ് ആയിട്ടുള്ള ഒരു സൗണ്ടിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സ്വീറ്റ്നെസ് ആണെങ്കിൽ അത് എൻഹാൻസ് ചെയ്യാൻ പറ്റും. ബിറ്റർ ആയിട്ടുള്ള ഒരു ഭക്ഷണമാണെങ്കിൽ അതിന്റെ ബിറ്റർനെസ് എൻഹാൻസ് ചെയ്യാൻ ലോ പിച്ച്ഡ് ആയിട്ടുള്ള സൗണ്ട് പറ്റും. മോഡേൺ ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രി ഫോക്കസ് ചെയ്യുന്നത് ഹൈപ്പർ പെലാറ്റബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ്. അതായത് നമ്മൾ ചില ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളത് നിർത്താതെ കഴിച്ചുകൊണ്ടേയിരിക്കും. ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് ഈ ഫുഡിന്റെ എക്സാക്ട് റേഷ്യോ, സോൾട്ടിനെസ്, സ്വീറ്റ്നെസ്, ഫാറ്റ്, ക്രഞ്ചിനെസ് ഇതൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്ററാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇവരിങ്ങനെ ചെയ്യുന്നതിന്റെ ലക്ഷ്യം നമ്മുടെ ബ്രെയിനിലെ ബ്ലിസ് പോയിന്റിനെ ഹിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബ്ലിസ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ അതർ സെൻസറി സിസ്റ്റംസ് എല്ലാം നമ്മളൊരു ഫുഡ് കഴിക്കുന്ന നമ്മൾ നമ്മൾ ഫുൾ ആണെന്നും നമുക്ക് എനഫ് ആണെന്നും തോന്നുന്ന സമയത്ത് നമ്മുടെ എവല്യൂഷണറി സിസ്റ്റത്തിനെ ഹൈജാക്ക് ചെയ്തിട്ട് ഇതല്ലെങ്കിൽ സ്വീറ്റ് അല്ലെങ്കിൽ സോൾട്ടി ആയത് കാരണം നമ്മുടെ സർവൈവലിന് വേണ്ടതാണെന്ന് നമ്മുടെ ബ്രെയിനിനെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങനെ നമ്മുടെ ഈ സിസ്റ്റത്തിനെ ഹൈജാക്ക് ചെയ്യുന്ന വഴി നമ്മുടെ ബ്രെയിനിനെ ഇത് കൺഫ്യൂസ് ചെയ്യിക്കുകയാണ് നമ്മളെ എൻലെസ്ലി കഴിപ്പിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അടുത്ത പ്രാവശ്യം ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാവിൽ ഹിറ്റ് ചെയ്ത് നമ്മുടെ മൂക്ക് വെച്ച് ആംപ്ലിഫൈ ചെയ്ത് നമ്മുടെ ജീൻസ് വെച്ച് മോഡിഫൈ ചെയ്ത് നമ്മുടെ ചൈൽഡ്ഹുഡും കൾച്ചറും വെച്ച് ഷേപ്പ് ചെയ്തിട്ട് നമ്മുടെ മെമ്മറീസ് വെച്ചിട്ട് കളേർഡ് ആയിട്ടുള്ള ഒരു നമ്മുടെ ബ്രെയിനിൽ ഒരു ക്രിയേറ്റ് ആയി വന്നൊരു സിനിമ പോലെയാണത്. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഒരു നല്ല ഫുഡ് കഴിക്കുന്ന സമയത്ത്, നല്ലൊരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടുന്നത്. ഈ വീഡിയോയിലും ചാനലും ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ.